JP ട്രാവലിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗിന്നസ് പക്രു അജയൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അജയൻ ചേട്ടൻ്റെ വീട് വരുന്നത് ചോറ്റാനിക്കരക്ക് പോകുന്ന വഴി എരുവേലി റൂട്ടിൽ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടിയായ ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം കിട്ടിയ ഒരു പുരസ്കാരം തന്നെയാണ് ഈ റെക്കോർഡ്. രാധാകൃഷ്ണപിള്ളയുടെയും അംബുജാക്ഷി അമ്മയുടെയും മൂത്ത മകനായി 1976 ഓഗസ്റ്റ് 31 കുണ്ടറയിലെ മുളവനയിലുള്ള വീട്ടിൽ ജനിച്ചു. അച്ഛൻ ഓട്ടോ ഡ്രൈവറും അമ്മ LIC ഏജൻറ്റും ആയിരുന്നു. പിന്നീട് കുടുംബം കോട്ടയത്തേക്ക് താമസം മാറ്റി. അദ്ദേഹത്തിന് 2 ഇളയ സഹോദരിമാരും ഉണ്ട്. ചാലുകുന്നിലെ CMS LP സ്കൂളിൽ 4ാം ക്ലാസ് വരെയും ഓലസായിലെ CMS ഹൈസ്കൂളിൽ SSLC വരെയും പഠിച്ചു. തുടർന്ന് കോട്ടയം ബെസലിയസ് കോളേജിൽ ചേർന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും അവിടെ നിന്ന് പൂർത്തിയാക്കി. സാമ്പത്തിക ശാസ്ത്രത്തിൽ BA ബിരുദധാരിയും കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. മിമിക്രി കലാകാരനായി തൻ്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം പിന്നീട് സിനിമകളിലേക്ക് ചൂടുമാറി. മംഗളം മിമിക്സ്, നാദിർ ഷായുടെ കൊച്ചിൻ യൂണിവേഴ്സൽ, കോട്ടയം നസീറിൻ്റെ കൊച്ചിൻ ഡിസ്കവറി തുടങ്ങിയ മിമിക്രി ട്രൂപ്പുകളിൽ മിമിക്രി കലാകാരനായി പ്രവർത്തിച്ചു. 18 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 1000 മിമിക്രി സ്റ്റേജുകൾ പൂർത്തിയാക്കി. രണ്ടായിരത്തി 2013 പുറത്തിറങ്ങിയ കുട്ടിയും കോലും എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഗിന്നസ് പക്രു സംവിധായകനായത്. അതിൽ അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഒരു മുഴുനീള സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും ഉയരം കുറഞ്ഞ നായകൻ എന്ന നിലയിൽ പക്രു എന്ന അജയ്കുമാർ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കടന്നു. അങ്ങനെ നമ്മൾ ഗിന്നസ് പക്രു എന്ന അജയ്കുമാർ ചേട്ടൻ്റെ വീടിന് മുമ്പ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഡിഷ്യം എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സമ്മാനിച്ചു.